വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ കൂടുതൽ മൊഴികൾ പുറത്ത്. ഫർസാനയെ കൊന്നത് കൂട്ടക്കൊല നടത്തിയ കാര്യം ഏറ്റുപറഞ്ഞതിന് ശേഷമെന്ന് അഫാന്റെ മൊഴി. അതേസമയം അച്ഛൻ അബ്ദുൾ റഹീം ആശുപത്രിയിലെത്തി അമ്മ ഷെമിയെ കണ്ടു. തനിക്ക് പരിക്കേറ്റത് കട്ടിലിൽ നിന്ന് വീണെന്ന് ഷെമി പറഞ്ഞതായി അയൽവാസികൾ പറയുന്നു. അമ്മൂമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തും. മുമ്പ് പാങ്ങോട് പോലീസിന് അഫാൻ നൽകിയ മൊഴിയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. ഫർസാനയെ കൊലപ്പെടുത്തും മുമ്പ് 3 കൊലപാതകം നടത്തിയ കാര്യം വിശദീകരിച്ചെന്നാണ് അഫാന്റെ മൊഴി. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അഫാനോട് ഫർസാന ചോദിച്ചു. അപ്പോഴാണ് ഫർസാനയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നും മൊഴിയിൽ പറയുന്നു. ലത്തീഫിനെ കൊലപ്പെടുത്തിയ കാര്യം പറയാതിരിക്കാനാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് അഫാന്റെ മൊഴി. അമ്മൂമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്താൻ കാരണം കടബാധ്യതയിൽ ഉമ്മ ഷെമിയെ കുറ്റപ്പെടുത്തിയതുകൊണ്ടാണെന്നും മൊഴിയിൽ പറയുന്നു. അതേസമയം വിദേശത്തായിരുന്ന അച്ഛൻ അബ്ദുൾ റഹീം നാട്ടിൽ തിരിച്ചെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് നേരെ ആശുപത്രിയിൽ എത്തിയ റഹീം ചികിത്സയിലുള്ള ഭാര്യ ഷമിയുമായി സംസാരിച്ചു. തുടർന്ന് അഫാൻ കൊലപ്പെടുത്തിയവരുടെ ഖബറിടത്തിൽ പ്രാർത്ഥിച്ചു. കട്ടിൽ നിന്ന് വീണാണ് അപകടമുണ്ടായതെന്നാണ് അബ്ദുൾ റഹീമിനോട് ഷെമി പറഞ്ഞത്. റഹീമിൻ്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കയ്യിൽ പിടിക്കുകയും ചെയ്തു. കയ്യിൽ പിടിച്ചു. മകൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. മകനടുത്ത ഇദ്ദേഹത്തിൻ്റെ അളിയൻ്റെ വീട്ടിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അവർ റിക്കവർ ചെയ്ത് വരും, കുഴപ്പമില്ല, അവർ റിക്കവറായി വരും. അഫാനെ പറ്റി ചോദിച്ചു. അത് ഏറ്റവും കൂടുതൽ ഇളയ കുട്ടിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇല്ല അങ്ങനെ അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിച്ചിട്ടില്ല. ഷെമിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിശോധിച്ചാകും മൊഴി രേഖപ്പെടുത്തുക. ആദ്യ കൊലപാതക കേസിൽ റിമാൻഡിലായ പ്രതി മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. ഡോക്ടർമാർ ഡിസ്ചാർജ് നൽകിയാൽ അഫാനെ ജയിലിലേക്ക് മാറ്റും. കസ്റ്റഡിയിൽ വാങ്ങിയ മറ്റ് 4 കേസുകളിലും കൈരളി ന്യൂസ്, തിരുവനന്തപുരം.